ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അഖില മിസ് ആണ്. അപ്പോൾ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്റഗ്രേഷനിൽ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം, പഠിക്കാം അല്ലെ. അപ്പൊ ചോദ്യം ഇതാണ്: വാഹനങ്ങളെ തരംതിരിക്കാം. വാഹനങ്ങൾ പല തരത്തിലുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാഹനങ്ങളെ ശരിയായിട്ട് അല്ലെ തരംതിരിച്ചിട്ട് നമ്മൾ പട്ടികയിലേക്ക് മാറ്റി എഴുതണം. ഏതൊക്കെ വാഹനങ്ങളാണ്? കാർ, ജീപ്പ്, ഓട്ടോറിക്ഷ, സൈക്കിൾ, ലോറി, കാളവണ്ടി, ആംബുലൻസ്, മണ്ണുമാന്തി യന്ത്രം, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിക് ബൈക്ക്. നമ്മൾ തരംതിരിക്കേണ്ടത് ഇതാ: ഇന്ധനം ആവശ്യമുള്ളത്, ഇന്ധനം ആവശ്യമില്ലാത്തത് അല്ലെ, ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ എന്തും ചോദിച്ചിട്ടുണ്ട് നമ്മളെടുത്ത് നോക്കിയാൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നതും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അല്ലെ. ഇത് രണ്ടാമത്തെ എന്താണ് പട്ടികയാണ്. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന വാഹനങ്ങളെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പട്ടികയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇന്ധനം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പെട്രോള്, ഡീസല് പോലെയുള്ള ഇന്ധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഓടുന്ന വാഹനങ്ങളുണ്ട്. കാറും ജീപ്പും ഓട്ടോറിക്ഷയും ലോറിയും ആംബുലൻസും മണ്ണുമാന്തി യന്ത്രവും ഒക്കെ എന്താണ് ഈ രീതിയിലുള്ള വാഹനങ്ങളാണ് അല്ലെ. എന്നാൽ ഇതല്ലാതെ നമ്മുടെ സൈക്കിൾ ആയിക്കോട്ടെ, നമ്മളാണ് ചവിട്ടുന്നത് അല്ലെ, അതിന് വേണ്ട എന്താണ് ഊർജ്ജം നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. ഇലക്ട്രിക് ബൈക്ക് ആയിക്കോട്ടെ, അവിടെ വൈദ്യുതിയാണ് അല്ലെ, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണ്. കാളവണ്ടി അല്ലെ, അവിടെ എന്താണ് മൃഗത്തിനാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ പെട്രോൾ, ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളൊന്നും ആവശ്യമില്ലാത്ത വാഹനങ്ങളാണ്. അപ്പൊ ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു പട്ടിക കൂടെ ഉണ്ടായിരുന്നു: യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. ഏതൊക്കെയാണെടാ? കാറും ജീപ്പും ഓട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളും ഈ പറഞ്ഞ ഇലക്ട്രിക് ബൈക്കും ഒക്കെ നമ്മൾ യാത്രയ്ക്കാണ് ഉപയോഗിക്കുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാനായിട്ട് അല്ലെ. എന്നാൽ ലോറി, കാളവണ്ടി, ആംബുലൻസ്, മണ്ണുമാന്തി യന്ത്രം ഒക്കെയോ അത് നമ്മൾ മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. യാത്ര അല്ലെങ്കിൽ സഞ്ചരിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്താണ് അതിന് മറ്റ് ഉപയോഗങ്ങളുണ്ട് അല്ലെ. മറ്റ് ആവശ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ വേണം ഇവിടെ നമ്മൾ ഉത്തരം എഴുതാനായിട്ട്. ഇനി ഇതാ ഒരു ചോദ്യം കൂടെ ഉണ്ട്: സിഗ്നൽ ലൈറ്റുകൾ താഴെ കൊടുത്തിരിക്കുന്നു, അനുയോജ്യമായ നിറം നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അല്ലെ, സിഗ്നൽ ലൈറ്റിൽ 3 നിറങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും മുകളിലായിട്ടുള്ളത് എന്താണ്? ഈ ഇവിടെയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏത് കളറാണ്? ഏത് നിറമാണ്? നമ്മുടെ റെഡ് കളറാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? യെസ്, നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അത് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സെന്ററിൽ ഉള്ളത് എന്താണ്? യെല്ലോ ആണ്. മിസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണെടാ? അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് താഴെ വരുന്നത് ഗ്രീൻ ആണ് അല്ലെ. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ നിറമൊക്കെ നൽകാനായിട്ട്. എന്നിട്ട് ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. നമുക്കറിയാം, ചുവപ്പ് കത്തിക്കഴിഞ്ഞാൽ എന്താണ്? നിർത്തുക എന്നാണ് അല്ലെ, വണ്ടി സ്റ്റോപ്പ് ചെയ്യലാണ്. മഞ്ഞ കത്തിക്കഴിഞ്ഞാലോ അത് തയ്യാറാകാൻ വേണ്ടി പറയാണ് നമ്മളോട്. പച്ച വെളിച്ചം കത്തുമ്പോൾ മാത്രമാണ് വണ്ടികൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതും ഇവിടെ എഴുതാം. അപ്പൊ ചുവപ്പാണെങ്കിൽ എന്താണ്? യെസ്, ചുവപ്പ് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ എന്താണ്? ആ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? നിർത്തുകയാണ് അല്ലെ. രണ്ടാമത്തത് എന്താണ്? തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ അല്ലെ. ആൻഡ് മൂന്നാമത്തത് എന്താണ്? മുന്നോട്ട് പോവുക അല്ലെ, മുന്നോട്ട് പോവുക. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ എഴുതാനായിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. അടിപൊളിയായിട്ട് പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മുഴുവൻ മാർക്കും വാങ്ങുക. അപ്പൊ ലൈവ് ക്ലാസ് ഒക്കെ മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടാനും പഠിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.